വാർത്തകൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നിർഭയ കേസിലേക്ക് പോകുന്നു. നിർഭയ കേസിലെ പ്രതികളുടെ വധശിക്ഷ 22-ാം തീയതിയായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതുക്കിയ മരണ വാറണ്ട് വന്നിരിക്കുന്നു. ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 6 മണിക്കായിരിക്കും വധശിക്ഷ നടപ്പിലാക്കുക. ഇത് സംബന്ധിച്ച മരണ വാറണ്ട് വിചാരണ കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചു. തിഹാർ ജയിൽ അധികൃതർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതിയുടെ തീരുമാനം. എന്നാൽ വധശിക്ഷാ തീയതി മാറുന്നതിൽ കടുത്ത നിരാശയുണ്ടെന്ന് നിർഭയയുടെ അമ്മ പ്രതികരിച്ചു. निराशा हो रही है कि जिस तरह से हमें 7 साल से तारीख पे तारीख मिल रही थी, आज वो उसी तरह डेट बदल के दूसरी डेट मिल गई, तो मुझे तसल्ली नहीं है. बिल्कुल निराशा हो रही है, कोर्ट से भी, सरकार से भी, अपने पूरे सिस्टम से भी. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും. നിതിൻ അംബുജൻ, ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 6 മണിക്ക് എന്ന രീതിയിലാണ് വധശിക്ഷയ്ക്കുള്ള തീയതി ഇപ്പോൾ മരണ വാറണ്ട് പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും പ്രതി പവൻ ഗുപ്ത സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നു, തിരുത്തൽ ഹർജി, ക്യൂറേറ്റീവ് പെറ്റീഷൻ. ഇനി പവൻ ഗുപ്തയുടെ മുന്നിൽ ദയാഹർജി എന്ന മറ്റൊരു ചാൻസ് കൂടിയുണ്ട്. ആ സാധ്യത കൂടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഫെബ്രുവരി 1-ാം തീയതി എന്ന് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി കൂടി മാറാൻ സാധ്യതയില്ലേ? അരുൺകുമാർ, അങ്ങനെ ഒരു സാധ്യത കൂടി നിലവിലുണ്ട്. കാരണം നിലവിലിപ്പോൾ മുകേഷ് സിംഗ് മാത്രമേ ഇതിലൊരു ദയാഹർജി സമർപ്പിച്ചിട്ടുള്ളൂ. ദയാഹർജി ഇന്ന് രാവിലെയാണ് രാഷ്ട്രപതി തള്ളിയത്. അതിനുശേഷമാണ് ഇന്ന് 3:30 ഡൽഹി പാട്യാല ഹൗസ് കോടതി പുതിയൊരു മരണ വാറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് ഫെബ്രുവരി 1 പുലർച്ചെ 6 മണിക്ക് വധശിക്ഷ നടപ്പിലാക്കാമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതേസമയം മറ്റ് 3 പ്രതികൾക്ക് ദയാഹർജി നൽകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പവൻ ഗുപ്ത ഇന്ന് സുപ്രീം കോടതിയിൽ മറ്റൊരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അതായത് 2012 ഡിസംബർ 16 ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ തനിക്ക് 18 വയസ്സ് തികഞ്ഞില്ലായിരുന്നു അദ്ദേഹം നൽകിയ ഹർജി. കഴിഞ്ഞ ഒരു മാസം മുൻപ് ഡിസംബർ 19 ഹൈക്കോടതിയിൽ സമാനമായ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ഹൈക്കോടതി അന്ന് തള്ളുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ പ്രതിപക്ഷം അഭിഭാഷകരുടെ അടുത്ത് പിഴ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം ശേഷമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സമാനമായിട്ടുള്ള ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഹർജി സമർപ്പിച്ച കാര്യം കോടതി ധരിപ്പിച്ചെങ്കിൽ പോലും പുതിയൊരു മരണ വാറണ്ട് പട്യാല ഹൗസ് കോടതി പുറപ്പെടുവിക്കുകയായിരുന്നു. ഒപ്പം തന്നെ പ്രതികൾ വെവ്വേറെ ഹർജികൾ നൽകിക്കൊണ്ട് പ്രത്യേകം ദയാഹർജികൾ നൽകിക്കൊണ്ട് ഈ കേസ്, അതായത് വധശിക്ഷയിൽ നിന്നും നീട്ടാനുള്ള ഒരു നടപടിയാണ് പ്രതികളുടെ ഭാഗത്തും ഉണ്ടാകുന്നതെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു കേസിൽ നിന്നും, അതായത് പരമാവധി വൈകിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രതികളുടെ ഭാഗത്തും നടക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. കാരണം ജനുവരി 22 പുലർച്ചെ 7 മണിക്കാണ് നേരത്തെ 4 പ്രതികളുടെ വധശിക്ഷ നിശ്ചയിച്ചിരുന്നത്. അതിനുശേഷമാണ് മുകേഷ് സിംഗ് തിരുത്തൽ ഹർജി സമർപ്പിച്ചത്. മുകേഷ് സിംഗിന്റെ തിരുത്തൽ ഹർജി സുപ്രീം കോടതി തള്ളി. തൊട്ടു പിന്നാലെ ദയാഹർജി അന്ന് രാത്രി തന്നെ അദ്ദേഹം ദയാഹർജി നൽകി. അതിനുശേഷം ഇന്ന് പുലർച്ചെയായിരുന്നു ദയാഹർജി രാഷ്ട്രപതി തള്ളിയത്. ഈ ദയാഹർജി സമർപ്പിച്ച സാഹചര്യത്തിലാണ് ഡൽഹി തിഹാർ ജയിൽ അധികൃതർ ഡൽഹി ഹൈക്കോടതിയിൽ ഈ വധശിക്ഷ അല്ലെങ്കിൽ പുതിയ മരണ വാറണ്ട് പുറപ്പെടുവിക്കുന്ന ഒരു ആവശ്യം ഉന്നയിച്ചത്. അതിനുശേഷം ഹൈക്കോടതി തിരിച്ച് പട്യാല ഹൗസ് കോടതിയിലേക്ക് കൈമാറുകയായിരുന്നു. ഇന്ന് കേസ് പരിഗണിക്കവേ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രതികൾ ഇത് പരമാവധി നീട്ടിക്കൊണ്ടുള്ള നീക്കം നടത്തുന്നു എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി നിതിൻ, ഇപ്പോൾ ഇനി പവൻ ഗുപ്തയുടെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ തിരുത്തൽ ഹർജി നിൽക്കുന്നു. അതിനുശേഷം ദയാഹർജി എന്ന സാധ്യത നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പവൻ ഗുപ്തയുടെ ദയാഹർജിയുടെ സാധ്യത കൂടി സുപ്രീം കോടതി രാഷ്ട്രപതി തള്ളിയാൽ അതിനുശേഷം വീണ്ടും 14 ദിവസം എന്ന രീതിയിലേക്ക് മാറും. അതായത് ഒരാഴ്ച കഴിഞ്ഞാണ് മാറുന്നതെങ്കിൽ ആ ദിവസം അനുസരിച്ച് പുതിയ മരണ വാറണ്ട് പുറപ്പെടുവിക്കാൻ സാധ്യതയില്ലേ വീണ്ടും? തീർച്ചയായും അത്തരമൊരു സാധ്യത കൂടെ മുന്നിലുണ്ട്. കാരണം പ്രതികൾക്ക്, ഈ 3 പ്രതികൾക്ക്, ഇപ്പോൾ ദയാഹർജി തള്ളിയിരിക്കുന്ന മുകേഷ് സിംഗിന്റെ ഒഴികെയുള്ള മറ്റ് 3 പ്രതികൾക്കും ഇനി ദയാഹർജി സമർപ്പിക്കാനുള്ളൊരു നിയമസാധ്യത മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സമർപ്പിക്കാമെന്നുള്ളൊരു കാര്യം മുന്നിലുള്ളത് കൊണ്ട് തന്നെ ഇനി ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ഈ ഒരു വരും ദിവസങ്ങളിൽ സമർപ്പിക്കാം. അതിനുശേഷം വീണ്ടും 14 ദിവസത്തേക്ക് നീളാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 1 നിലവിൽ പുറപ്പെടുവിച്ച ഇതുപ്രകാരം ഫെബ്രുവരി 1 പുലർച്ചെ 6 മണിക്കാണ് വധ നടപ്പിലാക്കാനുള്ളത്. എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്ന് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കാരണം മറ്റ് 3 പ്രതികൾ വളരെ വേഗത്തിൽ തന്നെ ദയാഹർജി നൽകുകയാണെങ്കിൽ ഇത് അനന്തമായി നീളാതെ തന്നെ ഫെബ്രുവരി മാസത്തിൽ ഒരു വധശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അമ്മയുടെ പ്രതികരണം വന്നിരിക്കുന്നു. അമ്മ ഇതിൽ നിരാശയാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സിസ്റ്റത്തോടും, വ്യവസ്ഥയോട് തങ്ങൾക്കെതിരാണ്, കോടതിയോടും സർക്കാരിനോടും ഒക്കെ ഈ കാര്യത്തിൽ കടുത്ത നിരാശയുണ്ട് എന്നാണ് ഇപ്പോൾ അമ്മ പ്രതികരിച്ചിരിക്കുന്നത്. വൈകാരികമായിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ മറുഭാഗത്തൊരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. സ്മൃതി ഇറാനി അടക്കമുള്ളവർ ആം ആദ്മി പാർട്ടിയുടെ കെടുകാര്യസ്ഥതയാണ്, ആം ആദ്മി പാർട്ടിയാണ് വധശിക്ഷ നീളാൻ കാരണം എന്നൊരു രാഷ്ട്രീയ ആരോപണവുമായി കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വധശിക്ഷ നീളുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ എത്രമാത്രം ഇനി അതൊരു രാഷ്ട്രീയ വിഷയമായി തീർന്നേക്കാം നിതിൻ?
ഇതിനോടകം തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കഴിഞ്ഞിട്ടുണ്ട് അരുൺകുമാർ. കാരണം കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ പ്രകാശ് ജാവേദ്കർ, കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് ആം ആദ്മി സർക്കാരിന്റെ അശ്രദ്ധയാണ് ഈ ഒരു വധശിക്ഷ വൈകാൻ കാരണമെന്നാണ് അറിയിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ സ്മൃതി ഇറാനി സമാനമായ ഒരു ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് നിർഭയയുടെ അമ്മയെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അതേസമയം തനിക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. തന്റെ മകൾക്ക് നീതി ലഭിക്കും വരെ പോരാടാനാണ് തന്റെ ലക്ഷ്യമെന്നും അമ്മ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അമ്മയൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അതായത് ഇത് അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യമാണ് ഉള്ളതെന്നൊരു പ്രതികരണമാണ് അമ്മയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മകൾക്ക് നീതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം അമ്മ പങ്കുവച്ചിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ രാഷ്ട്രപതിക്ക് മുന്നിൽ ദയാഹർജി സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ മാസങ്ങളിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ഡൽഹി സർക്കാരും നിലപാട് വ്യക്തമാക്കിയതോടുകൂടി തന്നെ അമ്മ വ്യക്തമാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നീതി ലഭിക്കുമെന്നൊരു ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷെങ്കിൽ ഇത് അനന്തമായി നീളുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് അമ്മയുടെ ഭാഗത്തും ഉണ്ടായത്. ഒപ്പം തന്നെ മറ്റ് ചില രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അത് ഡൽഹി തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരമൊരു ആരോപണമൊക്കെ ഉയർന്നു വ്യക്തമാണ്. നിതിൻ അംബുജനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിർഭയ കേസിൽ ഒരുപക്ഷെ ഫെബ്രുവരി 1-ാം തീയതി എന്ന് ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിരിക്കുന്ന മരണ വാറണ്ടിലെ വധശിക്ഷാ ദിവസം ഇനി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പവൻ ഗുപ്തയുടെ ദയാഹർജി വരണം. അതിനുശേഷം 2 പ്രതികൾ കൂടി ഇപ്പോൾ ദയാഹർജി സമർപ്പിക്കാനുള്ള സാധ്യത. അതുകൂടി തള്ളുന്ന ഘട്ടത്തിൽ മാത്രമേ ഇനി ഈ വധശിക്ഷയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാവുകയുള്ളൂ എന്നാണ് നിതിൻ അംബുജൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ദില്ലിയിൽ നിന്നും ഇതൊരു രാഷ്ട്രീയ വിഷയമായി കഴിഞ്ഞു. ദില്ലിയിൽ അതിനെ ആം ആദ്മി പാർട്ടിക്ക് നേരെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ BJP എല്ലാ ആക്രമണത്തിൻ്റെ മുനകളും തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയവുമാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ വാർത്തയിലേക്ക് പോകുന്നു. അത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുന്നു എന്ന വാർത്തയാണ്. പൗരത്വ നിയമ ഭേദഗതിയിൽ ഗവർണറെ അറിയിക്കാതെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിൽ റിപ്പോർട്ട് തേടുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്. റൂൾസ് ഓഫ് ബിസിനസിന്റെ ആമുഖം വായിച്ച ഗവർണർ സർക്കാർ നടപടി ഭരണഘടനാനുസൃതമാണോ എന്ന് പരിശോധിക്കുമെന്നും അറിയിച്ചു. Wherever I see there is any violation, wherever I see that they are departing from the rule, from the provisions of the Constitution, there is no way I shall not ask for a report. This is exactly what he should realize. There is no, now we are not living in the colonial period. Here nobody is supreme. The supreme is Constitution. I started with this only. Be you ever so high, law is above you. This is exactly what he is saying should reflect in his action. If there, without approval of the government cannot issue an order. How in the case of the Supreme Court, government can issue an order to go to the Supreme Court without first seeking approval of the governor. രാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, അസാധാരണമായ ചില രീതികളാണ് ഇപ്പോൾ നമ്മൾ ഗവർണറിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്ന് കാണുന്നത്. തുറന്ന ഏറ്റുമുട്ടലിൽ എത്തിക്കഴിഞ്ഞു. ഗവർണർ ഇന്ന് മാധ്യമങ്ങളോട് തുറന്നടിക്കുന്നതും നമ്മൾ കണ്ടു. സർക്കാരിൽ നിന്ന് ഒരു റിപ്പോർട്ട് തേടുമെന്ന് വരെ ഗവർണർ പറഞ്ഞു. ഈ വിഷയത്തിൽ ഭരണഘടനാ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഗവർണർ ആവർത്തിക്കുന്നു. നിലവിലിത് ഇനിയും ഇത് രൂക്ഷമാകാൻ പോകുന്നു എന്നതാണോ ഇന്നത്തെ ഗവർണറുടെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പൊട്ടിത്തെറിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും അരുൺ, അങ്ങനെ തന്നെ വേണം കരുതാൻ. പ്രത്യേകിച്ച് കേരളം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഒരു സൂട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ ആയുധമാക്കാനായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തെ ഇതിനകം തന്നെ ഗവർണർ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടി മുതലെടുക്കുന്ന വിധത്തിലുള്ള തന്ത്രങ്ങളാണ് BJPയും കേന്ദ്ര സർക്കാരും തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ സുപ്രീം കോടതിയിൽ ഹർജിയുമായി എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ ഹർജികളിൽ സംസ്ഥാന സർക്കാരിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നു എന്നതാണ്. ഈ സംസ്ഥാന സർക്കാരിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗവർണറും മന്ത്രിസഭയും 2 രീതിയിലാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുത്തത്. സാധാരണഗതിയിൽ റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് ഗവർണറുടെ അനുമതിയോടുകൂടി മാത്രമേ ഭരണഘടനാപരമായിട്ടുള്ള വിഷയങ്ങളിൽ സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കൂ. ഇത് മറികടന്നുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന ഹർജി അസാധുവാണ് എന്നുള്ള വാദമായിരിക്കും കേന്ദ്ര സർക്കാർ ഉന്നയിക്കുക. സമാനമായിട്ട് ഈ ഹർജിയിലേക്ക് വന്ന സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ചിലവുകൾ അത് കണ്ടുകെട്ടണം എന്നുള്ള ആവശ്യമാണ് BJP ഉന്നയിക്കുന്നത്. ഇത് ഒരു നിമിഷം, ഒരുപക്ഷെ ഈ കേസ് സുപ്രീം കോടതി മെറിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഹർജി തന്നെ തള്ളുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായി ഒരുപക്ഷെ കുമ്മനം രാജശേഖരൻ ഉന്നയിച്ചിരിക്കുന്നത്. അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ഗവർണർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ
സാധിക്കും. അതായത് ഗവർണർ ഈ തന്നെ അറിയിക്കാതെയാണ് റൂൾസ് ഓഫ് ബിസിനസിന്റെ ലംഘനമാണെന്ന് തുറന്നടിക്കുന്നതിലൂടെ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ കുമ്മനം രാജശേഖരൻ സമർപ്പിച്ചിരിക്കുന്ന ഹർജിക്ക് അനുകൂലമായ ഒരു പരിസ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെയും വ്യാഖ്യാനിച്ചുകൂടെ? തീർച്ചയായിട്ടും അരുൺ സൂചിപ്പിച്ചതിന് പ്രകാരമായിരിക്കും കാര്യങ്ങൾ നടക്കുക. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഭരണഘടനാ വിദഗ്ധൻ കൂടിയാണ്, നിയമവിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹത്തിന് വർഷങ്ങളുടെ പാരമ്പര്യം സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം ഫലപ്രദമായി എന്ന കാര്യത്തിൽ അദ്ദേഹത്തെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന ഹർജി അതിനെ എങ്ങനെ ചോദ്യം ചെയ്യാമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് സുപ്രീം കോടതിയിൽ ഈ കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ ഈ ഹർജിയുടെ സാധുതയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയായിരിക്കും പിന്നീട് നടക്കുക. ഈ ഹർജിയുടെ സാധുത നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് ഗവർണറുടെ കൂടി അനുമതിയോടുകൂടി വീണ്ടും ഹർജി സമർപ്പിക്കാനടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് കേരളവും ബംഗാളും പഞ്ചാബുമാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ളത്. പഞ്ചാബ് പോലും ഈ ഹർജിയുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ട് കേരളത്തിന്റെ ഹർജിയിൽ അനുബന്ധമായി കക്ഷി ചേരും എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ ഹർജി തന്നെ അസാധുവാണ് എന്നൊരു നില വന്നാലോ, അല്ലെങ്കിൽ ഈ ഹർജി അസാധുവാണോ എന്ന വിഷയത്തിൽ വാദം ദീർഘനാൾ തുടരേണ്ടി വന്നാലോ അതിന്റെ ആനുകൂല്യം കേന്ദ്രത്തിന് ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനെ മുതലെടുക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഇന്ന് ഗവർണർ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി നമുക്ക് പരിഗണിക്കണം. അതിലൊന്ന്, ഗവർണർ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഒരു ചട്ടലംഘനം നടന്നിട്ടുണ്ട്. ആ ചട്ടലംഘനം നടന്നിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഭരണഘടനാ ലംഘനത്തിലേക്ക് നയിക്കുന്നതുമാണ് എന്നതാണ് ഗവർണറുടെ പ്രധാനപ്പെട്ട വാദം. ഒരുപക്ഷെ റൂൾസ് ഓഫ് ബിസിനസ് എടുത്ത് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാനും സാധിക്കും, ഇത്തരത്തിൽ നേരത്തെ ആർക്കെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാപരമായ വിഷയങ്ങളോ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിഷയങ്ങളിലോ ഒരു ഹർജി സംസ്ഥാന സർക്കാർ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയം ഗവർണറെ ധരിപ്പിച്ചിരിക്കണമെന്ന്. ഈ ഒരു ലാപ്സ് തന്നെയാണ് ഇപ്പോൾ ചട്ടലംഘനം എന്ന രീതിയിൽ ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നതും. ആ അർത്ഥത്തിൽ ഗവർണർ പറയുന്നതിൽ, ഈ കേരള സർക്കാരിനെതിരെ ഗവർണർ സൂചിപ്പിക്കുന്നതിൽ പ്രത്യക്ഷത്തിൽ ഒരു ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് വിദഗ്ധർ കണക്കാക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അരുൺ, ഇതിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹർജിയുടെ പർപ്പസാണ്. ഹർജി ഉന്നയിക്കുന്ന പർപ്പസ്, അല്ലെങ്കിൽ കേരളം സമർപ്പിച്ചിരിക്കുന്ന ഹർജിയുടെ ലക്ഷ്യം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികൾ തടയുക എന്നുള്ളതാണ്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികൾ ഒരു സാഹചര്യത്തിലും ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന മാർഗങ്ങൾ അവലംബിക്കാതെ സാധിക്കില്ല, അല്ലെങ്കിൽ വിചാരണയിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളത് വ്യത്യസ്ത വിധികളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആനുകൂല്യമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആർട്ടിക്കിൾ 1 ഈ കേരളം ഈ ഹർജി സൂട്ട് ഹർജി സമർപ്പിച്ചതിന് ശേഷം മറ്റു സംസ്ഥാനങ്ങൾ ഇതേ മാതൃകയിൽ 131 ആർട്ടിക്കിളിന്റെ അനുബന്ധമായിട്ടുള്ള ഹർജികൾ സമർപ്പിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഛത്തീസ്ഗഡ് NIA ആക്ടിനെതിരെയുള്ള ഹർജി സമർപ്പിച്ചിരിക്കുന്നു. ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ വിധത്തിൽ കേന്ദ്രത്തിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രം നിൽക്കുന്നത്. ഇതിനെ ഫലപ്രദമായിട്ട്, അല്ലെങ്കിൽ ഈ 131 ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഭരണഘടനാ വിഷയങ്ങളിൽ ഒരു ചർച്ച ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം, സുപ്രീം കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം, അത് മുളയിലെ നുള്ളുക എന്നുള്ള ഒരു തന്ത്രമാണ് കേന്ദ്ര സർക്കാർ പയറ്റുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഈ ഹർജി ആയുധമാക്കിയാൽ ഒരുപക്ഷെ സുപ്രീം കോടതി ഈ 131 അനുബന്ധിച്ചുകൊണ്ടുള്ള കേസുകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർശന ഉപാധികൾ വെക്കാൻ പോലും സാധ്യതയുണ്ട് എന്ന നിരീക്ഷണം കേന്ദ്ര സർക്കാരിനുണ്ട്. എന്തായാലും നിലവിൽ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഗവർണർ സൂചിപ്പിക്കുന്നത് പോലെ ഭരണഘടനാ ലംഘനം നടത്തി എന്ന ഒരു ഹർജി ഭരണഘടനാ ലംഘനം നടത്തിക്കൊണ്ട് സമർപ്പിക്കുക സാധ്യമല്ല എന്നാണ്. റൂൾസ് ഓഫ് ബിസിനസിന്റെ ലംഘനമുണ്ട് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നതിൽ, അതിലൊരു ഭരണഘടനാ ലംഘനമുണ്ട്. എന്താണോ സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനു തന്നെ ഘടകവിരുദ്ധമായ രീതിയിൽ ഭരണഘടനാ ലംഘനം നടത്തി സംസ്ഥാനത്തിന്റെ പൊളിറ്റിക്കൽ ഹെഡായ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായ തന്നെ തന്നോട് ഈ കാര്യങ്ങൾ കൂടി ആലോചിക്കാതെ, തന്നെ വിവരം അറിയിക്കാതെ ഇത്തരത്തിലൊരു ഹർജി ഫയൽ ചെയ്തതൊരു ഭരണഘടനാ ലംഘനമാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ കുമ്മനം രാജശേഖരനും BJPയും ഇതേ വിഷയം തന്നെയാണ് സുപ്രീം കോടതിയിൽ ഹർജിയായി സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഈ വിഷയമായിരിക്കും വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയുടെ മുന്നിൽ ഒരു നിയമപ്രശ്നമായി മാറാൻ സാധ്യതയുള്ളതും. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി അതേസമയം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. പൊതുവേദികളിൽ RSSനും ദേശീയ പൗരത്വ പട്ടികയ്ക്കുമെതിരെ സംസാരിക്കുന്ന മുഖ്യമന്ത്രി രഹസ്യമായി NPR നടപ്പിലാക്കാനുള്ള ഔദ്യോഗിക നടപടികൾ നടത്തുന്നതായും ചെന്നിത്തല ആരോപിച്ചു. പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചുള്ള വാചക കസരത്താണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വസ്തുത ഇതായിരിക്കെ അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വാചക കസർത്തുകൾ
ആരെ സഹായിക്കാനാണ് എന്ന് വ്യക്തമാക്കണം. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന ഒരു വാർഡ് വിഭജനമാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സൗകര്യപ്രദമായ നിലയിൽ വാർഡ് വിഭജിക്കാനുള്ള ഒരു നടപടിയാണിത്. അതേസമയം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പഞ്ചാബ് നിയമസഭയിലും പ്രമേയം പാസാക്കി. കേരള മാതൃകയിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് പ്രമേയം പാസാക്കിയത്. ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് പഞ്ചാബ്. സുപ്രീം കോടതിയെ സമീപിച്ച കേരളത്തിന്റെ ഹർജിയിലും പഞ്ചാബ് സർക്കാർ കക്ഷി ചേരും. എന്നാൽ NPR അടക്കമുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കേന്ദ്ര തീരുമാനം. ഇത് സംബന്ധിച്ച തുടർ നീക്കങ്ങൾക്കായി ഡൽഹിയിൽ ഉന്നതതല ഉദ്യോഗസ്ഥർ ഇന്ന് യോഗം ചേർന്നിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സർക്കാർ സ്യൂട്ട് ഹർജിക്കെതിരെ നിയമ പോരാട്ടത്തിന് BJPയും ഒരുങ്ങുന്നുവെന്നാണ് ഞങ്ങളുടെ ദില്ലി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ എതിർകക്ഷിയാകും BJP. നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കാനാവില്ലെന്ന് കുമ്മനം രാജശേഖരൻ അപേക്ഷയിൽ പറയുന്നു. കേസിനായുള്ള ചിലവ് മന്ത്രിമാരിൽ നിന്ന് ഈടാക്കണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയമാണ് നേരത്തെ RK ചൂണ്ടിക്കാണിച്ചതുപോലെ ഗവർണർ സൂചിപ്പിക്കുന്നത് പോലെ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഹർജി സമർപ്പിച്ചത് എന്ന് ഗവർണർ ഒരു നിലപാടെടുത്താൽ ഈ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് രണ്ട് വ്യത്യസ്ത നിലപാടുകളുണ്ട് എന്ന അവസ്ഥയുണ്ടാവും. ആ അവസ്ഥയാണ് ഇപ്പോൾ BJPയും കുമ്മനം രാജശേഖരനും ചൂണ്ടിക്കാട്ടുന്നതും. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സൂട്ട് ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ കുമ്മനം രാജശേഖരൻ സമർപ്പിച്ച ഈ അപേക്ഷയും പരിഗണിക്കും. ഗവർണർ ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരനും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഭരണഘടനാ ലംഘനം നടത്തുന്നതെന്ന് മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു. കാര്യങ്ങൾ പഠിച്ചു പറയുന്നയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് PS ശ്രീധരൻപിള്ള ഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാന ഗവർണർ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് ആണ് ഇപ്പോൾ നിലപാടെടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങേയറ്റം ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. കേന്ദ്ര സർക്കാരിന് ഒരു ഗവർണറുടെയും സഹായം ആവശ്യമില്ല. കേന്ദ്ര സർക്കാരിന് പിടി വളരെ ബലമായിട്ടുണ്ട് കേരളത്തിൽ. ഒരാളുടെയും സഹായം ആവശ്യമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് കേരളം. ഒന്ന്, റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ചിട്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി അങ്ങനെയല്ല. അപ്പോൾ ചട്ടലംഘനം, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ഗവർണറല്ല, മുഖ്യമന്ത്രി. അടിച്ചു പറയുന്ന ആളാണ്. എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 86 മുതൽ ആരാധനാ മനോഭാവമുള്ള ആളാണ്. 86 മുതൽ 86 എനിക്കും അന്ന് BJP നേതാവായിരുന്നു ഞാൻ. ഇപ്പം രാഷ്ട്രീയക്കാരനല്ല. അന്ന് EMSനും എനിക്ക് വല്ല അദ്ദേഹത്തെ ബഹുമാനം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം കളഞ്ഞു കുളിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. ഇനി കൂടത്തായി കൂട്ടക്കൊലക്കേസിലേക്ക്. കൂടത്തായി കൂട്ടക്കൊലക്കേസിൽ രണ്ടാമത്തെ കുറ്റപത്രം ഇന്ന് സമർപ്പിച്ചു. ജോളിയുടെ രണ്ടാം ഭർത്താവിൻ്റെ ഷാജുവിൻ്റെ ഭാര്യ സിലിയെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഷാജുവിനെ വിവാഹം കഴിക്കുകയായിരുന്നു കൊലപാതക ലക്ഷ്യമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സിലിയുടെ ഭർത്താവും ജോളിയുടെ രണ്ടാം ഭർത്താവുമായ ഷാജുവിനും പിതാവ് സഖറിയാസിനും കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മഷ്റൂം ക്യാപ്സിൻ്റെ അകത്ത് സയനൈഡ് നിറച്ചിട്ട് അതാദ്യം കൊണ്ട് അന്ന് ഞാൻ പറഞ്ഞു, ജോളിയുടെ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല കൊലപാതകത്തിലും ഭയങ്കര പ്രിപ്പറേഷൻ ജോളിക്കുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത് വരുമ്പോൾ ഷാജുവിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു തെളിവില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യമല്ല ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഒരു വല്ലാത്തൊരു രീതിയിൽ ജോളിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നത് സത്യമാണ്. അല്ലാതെ ഈ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു തെളിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ 2-3 സാക്ഷികൾ ഇതിൻ്റെ അകത്തുണ്ട്. ജനതാ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അവിടുത്തെ ഡോക്ടർ പല ടെസ്റ്റുകളും ചെയ്തു. അവസാനം സ്റ്റൊമക്ക് വാഷ് വരെ ചെയ്ത് സിലിയെ അടുത്ത് മറ്റു ഹോസ്പിറ്റലിലേക്ക് അയച്ച സമയം അദ്ദേഹം ഒരു കുറിപ്പ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. റെഫർ ചെയ്യാൻ നേരത്ത് സസ്പെക്ട് പോയിസണിങ് എന്ന് എഴുതിയിട്ടുണ്ട്. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി മുതിർന്ന അഭിഭാഷകൻ NM ഉണ്ണികൃഷ്ണനെ നിയമിച്ചതായും SP വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി വടകരയിൽ നിന്ന് ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, കൂടത്തായി കേസിൽ നിർണായകമായ രണ്ടാമത്തെ കുറ്റപത്രമാണിത്. ഷാജുവിൻ്റെ ഭാര്യ സിലിയുടേത്. മരണം നടന്നത് ഒരു ഡെന്റൽ ഹോസ്പിറ്റലിൽ ഷാജുവിൻ്റെ പരിശോധനയ്ക്ക് ചികിത്സയ്ക്ക് പോയ സമയത്ത്. അവിടെ വെച്ച മഷ്റൂം ഗുളികയിൽ ആദ്യം കൊടുക്കുന്നു. അതിനുശേഷം വെള്ളം ആവശ്യപ്പെടുമ്പോൾ ആ വെള്ളത്തിൽ കലർത്തിയും സയനൈഡ് കൊടുക്കുന്നു. പക്ഷേ ഈ കുറ്റകൃത്യത്തിൽ സിലിയെ കൊല്ലുന്ന കാര്യത്തിൽ, കൊലപാതകം നടത്തുന്ന കാര്യത്തിൽ ഷാജുവിനോ പിതാവ് സഖറിയാസിനോ പങ്കില്ല എന്ന് ഇപ്പോൾ SP തറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് SP വ്യക്തമാക്കിയത്?
അരുൺകുമാർ 90 ദിവസം ബാക്കി 90 ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള കാലാവധി. ഈ 90 ദിവസത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. സിലിയുടെ കൊലപാതകത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ അരുൺകുമാർ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ കേസ് തുടങ്ങിയ കാലം മുതൽ തുടക്കം മുതലേ ആരോപണ വിധേയരായിരുന്ന 2 പേരാണ് ഷാജു, അതുപോലെ തന്നെ ഷാജുവിൻ്റെ പിതാവ് സക്രിയാസ്. ഈ 2 പേരും ഈ കൊലപാതകവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് ഇപ്പോൾ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ KG സൈമൺ അല്പം മുമ്പ് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുൻപ് സിലിയെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ജോളി എന്നുള്ളതാണ്. അതായത് രണ്ടാമത്തെ കൊലപാതകമാണ് വിജയിച്ചത്. ആദ്യത്തെ കൊലപാതകം 6 മാസം മുൻപാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് കഷായത്തിൽ വിഷം കലർത്തിയാണ് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് സിലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് തന്നെ അന്ന് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ അന്നത്തെ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്, അതായത് സൈനൈഡിന്റെ അംശം സിലിയുടെ ശരീരത്തിൽ കടന്നിരുന്നുവെന്ന്. എന്നാൽ അന്ന് അത് കുടുംബം കാര്യമായി ഗൗരവത്തിലെടുത്തില്ല. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ കൊലപാതകം നടക്കാൻ കാരണമായത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ KG സൈമൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ രണ്ടാം തവണയാണ് സിലിയുടെ കൊലപാതകം വിജയിച്ചത്. നമുക്കറിയാം, ബന്ധാശുപത്രിയിൽ വെച്ചാണ്. അതായത് മരുന്നിൽ വിഷം കലർത്തിയാണ്, സൈനൈഡ് കലർത്തിയാണ് കൊലപ്പെടുത്തിയത്. ഈ സമയത്ത് ഈ സിലി മരണവെപ്രാളം കാണിക്കുന്ന സമയത്ത് വെള്ളം ആവശ്യപ്പെടുന്ന സമയത്ത് ജോളിക്കൊപ്പം ഉണ്ടായിരുന്ന സിലിയുടെ സഹോദരൻ വെള്ളം എടുക്കാൻ പോകുന്നു. ആ സമയത്ത് ജോളി പറയുന്നു, വെള്ളം എന്തിനും മറ്റൊരു സ്ഥലത്ത് നിന്ന് എടുക്കണം, തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ജോളി സൈനൈഡ് കലർത്തിയ വെള്ളം സിലിക്ക് കൊടുക്കുന്നു. ഈ വെള്ളം കുടിക്കുമ്പോഴാണ് ആശുപത്രിയിൽ വെച്ച് തന്നെ മരണം സംഭവിക്കുന്നത്. ഈ സംഭവ സമയത്ത് തന്നെ ആശുപത്രിയിലെ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1200 പേജുള്ള കുറ്റപത്രമാണ് ഇന്ന് താമരശ്ശേരി ജുഡീഷ്യൽ റഹ്മാൻ അങ്ങനെ കൂടത്തായി കേസിലെ രണ്ടാമത്തെ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നു. ഷാജുവിന്റെ ഭാര്യ, നിലവിൽ ജോളിയുടെ ഭർത്താവായ ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെ മരണത്തിലെ കുറ്റപത്രമാണ് ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആരംഭിച്ച വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യില്ലെന്ന് സുപ്രീം കോടതി. കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന ദിലീപിന്റെ ആവശ്യം ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ പരിശോധിക്കാൻ കഴിയൂ എന്നും കോടതി വ്യക്തമാക്കി. അതേസമയം ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതുവരെ ദിലീപിന്റെ ക്രോസ് വിസ്താരം നടത്തരുതെന്ന് വിചാരണ കോടതിയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും വൈശാഖ് ശ്രീധരൻ ചേരുന്നു. വൈശാഖ് ശ്രീധരൻ, നിലവിൽ വിചാരണ കോടതിയുടെ നടപടികൾക്ക് യാതൊരു സ്റ്റേയുമില്ല. എന്നാൽ ദിലീപിനെ വിചാരണ ചെയ്യുന്നത് ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമെന്നാണ്. ആ അർത്ഥത്തിൽ ദിലീപിന് ഭാഗികമായി ദിലീപ് ഉന്നയിച്ച കാര്യങ്ങളിൽ കോടതി അംഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അനുകൂലമായി ഉത്തരവിട്ടിരിക്കുന്നു എന്ന് വേണമോ കരുതാൻ? തീർച്ചയായിട്ടും ചെറിയൊരു ആശ്വാസം മാത്രമാണ് ഈ കേസിൽ ദിലീപിന് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോറൻസിക് റിപ്പോർട്ട്, അതായത് ഛത്തീസ്ഗഡിലെ സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറിയുടെ റിപ്പോർട്ട്, ദൃശ്യങ്ങളുടെ ആധികാരികത സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ദിലീപിൻ്റെ ക്രോസ് വിസ്താരം നടക്കുക. അതിൽ ദിലീപിന് ഇളവുണ്ട്. പക്ഷെങ്കിൽ മറ്റ് സാക്ഷികളുടെ കാര്യത്തിലുമായി ബന്ധപ്പെട്ട ക്രോസ് വിസ്താരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത് നിർത്തിവെക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ വരാം. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗിലേക്ക് പോകുന്നു. കളീക്കവിള കൊലപാതകത്തിൽ മുഖ്യ സൂത്രധാരൻ പിടിയിലായിരിക്കുന്നു. കൊലപാതകം ആസൂത്രണം ചെയ്ത മെഹബൂബ പാഷയാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഷഫീദ് റാവുത്തർ ചേരും. കളീക്കവിള കൊലപാതകത്തിലെ മുഖ്യ സൂത്രധാരൻ, കൊലപാതകം ആസൂത്രണം ചെയ്ത മെഹബൂബ പാഷ പിടിയിലായിരിക്കുന്നു. ഷഫീദ്, നിലവിൽ എവിടെ നിന്നാണ് മെഹബൂബ പാഷയെ പിടികൂടിയിരിക്കുന്നത്? നേരത്തെ തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. മെഹബൂബ പാഷയാണ് ഇവർക്ക് ഈ ആയുധം, തോക്ക് കൈമാറിയത് എന്നത് അടക്കമുള്ള ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. തീവ്രവാദ സംഘവുമായി ഈ കൊലപാതകികൾക്കുള്ള ബന്ധം തെളിയിക്കാൻ പര്യാപ്തമായ ഒരു പല സൂചനകളും ബാംഗ്ലൂരുവിൽ കർണാടക പോലീസിനും തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പോലീസിനും ലഭിച്ചിരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മെഹബൂബ പാഷയെ പിടിക്കുന്നതിലൂടെ തീവ്രവാദ സംഘത്തിന് ഈ കൊലപാതകികളുമായുള്ള ബന്ധവും കളീക്കവിള കൊലപാതകത്തിന് തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധവും ഒരുപക്ഷെ ചുരുളഴിയുമെന്നു തന്നെയാണോ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കളീക്കവിള കൊലപാതകത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ മെഹബൂബ പാഷയെ ബംഗളൂരുവിൽ നിന്ന് പോലീസ് പിടിച്ചിരിക്കുന്നു. നേരത്തെ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കളീക്കവിള കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഷഫീദ്, നിലവിൽ മെഹബൂബ പാഷയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്? എവിടെ വെച്ചാണ്? നിലവിൽ ഈ
പാഷയും കൊലപാതകികളും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് പോലീസ് ചിത്രീകരിക്കുന്നത്? അരുൺകുമാർ, ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരണമില്ലെങ്കിലും കുറച്ചധികം ആളുകളെ ബംഗളൂരിൽ നിന്ന് പ്രത്യേക സെൻട്രൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരിൽ പ്രധാനി എന്ന് പറയുന്നത് മെഹബൂബ് പാഷയാണ് എന്നുള്ളൊരു സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ബാംഗ്ലൂർ സെൻട്രൽ ക്രൈംബ്രാഞ്ചും ബാംഗ്ലൂർ പോലീസും 7ലധികം ആളുകളെ ഇന്ന് രാവിലെയോടുകൂടി കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ കളിക്കവിള കൊലപാതകവും അതിനെ തുടർന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ഒരു അന്വേഷണം നടന്നിരുന്നു. പ്രധാനമായും ആയുധക്കടത്തടക്കമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം നടത്തിയത്. ഇതിന്റെ ബാക്കി പത്രം എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി 7ലധികം ആളുകളെ, പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഒരുപക്ഷെ അത് കഴിഞ്ഞ ദിവസങ്ങളിലെടുത്ത കസ്റ്റഡിയിലെടുത്ത ആളുകളായിരിക്കാമെന്നുള്ളൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. ഇവരിൽ പ്രധാനി മെഹബൂബ് പാഷയാണെന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ ബാംഗ്ലൂർ പോലീസ് അടക്കം സംശയം ജനിപ്പിച്ചിരുന്നത് കളിക്കവള കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൂത്രധാരൻ എന്ന് പറയുന്നത് മെഹബൂബ് പാഷ ആണ് എന്നുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മെഹബൂബ് പാഷയാണ് ഇപ്പോൾ ബാംഗ്ലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥിരീകരണം പുറത്തു വരണം. അതേസമയം തന്നെ ഈ 17-അംഗ സംഘത്തലവനാണ് മെഹബൂബ് പാഷ. ഇയാളെ കുറിച്ച് ആയുധക്കടത്തടക്കമുള്ള കാര്യങ്ങളിൽ മുൻപ് തന്നെ ഇയാൾ പ്രതിയായിരുന്നു എന്ന സൂചനയും ആ ഘട്ടത്തിൽ ബാംഗ്ലൂർ സെൻട്രൽ ക്രൈംബ്രാഞ്ച് അടക്കം തന്നിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ ബന്ധമടക്കമുള്ള കാര്യങ്ങളിൽ ബാംഗ്ലൂർ പോലീസോ തമിഴ്നാട് പോലീസോ ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തീവ്രവാദ സ്വഭാവമുള്ള കാര്യങ്ങൾ നടന്നുവെന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം നടന്നിട്ടില്ല എന്നുള്ളൊരു വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞാൽ പറഞ്ഞോളൂ ഷഫീദ്. മെഹബൂബ് പാഷയുടെ കൂടെ അയാളുടെ കൂട്ടാളികളെയുമാണ് ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ മെഹബൂബ് പാഷ എന്ന് പറയപ്പെടുന്ന ആൾ നേരത്തെ നിരോധിത സംഘടനയായ അൽ ഉമയിൽ പ്രവർത്തിച്ചിരുന്നയാളാണ്. ഇയാളെ നേരത്തെ തന്നെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഇയാളെ നിരീക്ഷിച്ച് ഈ ഇജാസ് പാഷ എന്ന് പറയപ്പെടുന്ന മറ്റൊരു കൂട്ടാളി, അതായത് കളിക്കവിള കൊലപാതക കേസിൽ തൗഫീഖ് എന്ന് പറയപ്പെടുന്ന പ്രധാന പ്രതിക്ക് ആയുധങ്ങൾ കൈമാറിയ ഇജാസ് പാഷ എന്ന് പറയപ്പെടുന്ന ഒരാളെ പിടികൂടുന്ന സാഹചര്യത്തിലാണ് മെഹബൂബ് പാഷ അടക്കമുള്ള ആളുകളെ കുറിച്ചുള്ള വിവരം. കളിക്കവിള കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പാഷയാണ് ബാംഗ്ലൂരുവിൽ അറസ്റ്റിലായിരിക്കുന്നത്. 17-അംഗ തലവനാണ് മെഹബൂബ് പാഷ എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് ത്രൂ ആണ് കളിക്കവിള കൊലപാതക കേസുമായി ബന്ധപ്പെട്ട്. വാർത്തകൾ വിശദമായി ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ചെറിയൊരു ഇടവേളയ്ക്കു ശേഷം 24/24 ഉന്മേഷ് ശിവരാമനെത്തും. നമസ്കാരം. അഭിമാനത്തിന്റെ ഒരു വർഷം.